നിങ്ങളിപ്പോൾ രണ്ടുപേരാണ് അതിൻ്റെ പാർട്ട്നേഴ്സ്? അതെ, നിങ്ങൾ രണ്ടുപേരും മാത്രം? അല്ല, എൻ്റെ വേറൊരു എഞ്ചിനും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് സത്യത്തിൽ പാർട്ട്നേഴ്സ് എന്നുള്ളതിനേക്കാൾ ഞങ്ങളൊരു കുടുംബ ബിസിനസ്സായിട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പം പിന്നെ എൻ്റെ അനുജന് അതുപോലെ തന്നെ ഇപ്പം ഈ അടുത്ത് തന്നെ എൻ്റെ മകളെ ഭർത്താക്കന്മാരുണ്ട്, രണ്ടുപേര്. അവരും ഈ ദുബായ് മറ്റേ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. ഒരാൾ ഇവിടെ ദുബായ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അവരെയും കൂടി ഞാൻ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നാണ്. കാരണം ഇവിടെ നമ്മൾ അല്ല, അത് എന്ത് ചെയ്യുന്നതിനാൽ അവിടെ നിന്ന് ഇവിടെ വിസ ചെയ്തിട്ട് വന്നതാണ്. ബിസിനസ് ഇതിൽ ഇവിടെ ഇപ്പം പുള്ളി ഇവിടെ ഇതിൻ്റെ CEO ആയിട്ട് വർക്ക് ചെയ്യാണ്. നഫീസാണ്. അതെ, നന്ദിയിലാണ്, കോഴിക്കോട് ജില്ലയിൽ. അതായത് തിക്കോടി, നന്ദി എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത പ്രദേശങ്ങളാണ്. മക്കളെ എത്ര പേരാണ്? എനിക്ക് 4 പേരാണ്. മൂത്ത മകനിപ്പം മലേഷ്യയിൽ ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ്. ഇവിടുന്ന് CNAQലായിരുന്നു. അത് ഡിപ്ലോമ 3 years കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ഡിഗ്രിക്ക് ചേർത്താണ്. റസാഖ് എന്ന് പറയും. രണ്ടാമത്തെ ട്വിൻസാണ്, പെൺപിള്ളേരാണ്. റഹ്നാസ്, റുക്സാന എന്ന് പറയും. അവരെ ഭർത്താക്കന്മാരാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ അവർ രണ്ടുപേരുടെ വിവാഹം അല്ല, ഒരാളത് ആദ്യം കഴിഞ്ഞു. അതിന് ശേഷം ലാസ്റ്റ് ഇയറിൽ വേറൊരാളുണ്ട്. മരുമക്കളൊക്കെ എവിടെയാണ് നാട്ടിൽ? ഒരാൾ കണ്ണൂരാണ്, മറ്റൊരാൾ കൊയിലാണ്ടി എന്ന് പറയും. അതെ അതെ, കണ്ണൂർ അടുത്തടുത്താണ്. മരുമക്കളുടെ പേരെന്താണ്? ഒരാളുടെ പേര് സുൽഫിക്കർ അലി താഹ, മറ്റൊരാൾ ഷമീർ എന്ന് പറയും, ഷമീർ ഹംസ. അപ്പോൾ 3 പേര്. പിന്നെ ഇളയോന് +1 പഠിക്കുകയാണ്, MESൽ. എല്ലാം ഇവിടെ കുട്ടികൾ. മൂത്ത മകൻ മാത്രം നാട്ടിൽ ജനിച്ചതായിരുന്നു. മറ്റത് ബാക്കിയെല്ലാം ഇവിടെ തന്നെയാണ്, ഖത്തറിൽ തന്നെയാണ് ബോണം പേരെന്താണ്? റിയാസ് റസാഖ് ഖാദിരി. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലല്ലെങ്കിൽ നാട്ടിലുള്ള ഒരു മൂഡിലാണ് എല്ലാവരും. അല്ല, എല്ലാവരും ഉണ്ട്. എൻ്റെ 4 അനുജന്മാരുണ്ട്. ഒരാൾ പുറത്ത് വർക്ക് ചെയ്യുന്നതാണ്, പിന്നെ 2 ആൾ ഇവിടെ എൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളതും എൻ്റെ എല്ലാം റിലേറ്റീവ്സ് തന്നെയാണ്, മറ്റുള്ള ബ്രാഞ്ചുകളെല്ലാം നോക്കുന്നത്. എൻ്റെ എല്ലാം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ് ഇവിടെ. ഈ 30 വർഷക്കാലത്തെ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഒരു പക്ഷേ ദോഹയിലെത്തിയില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ഒന്നുമില്ലായിരുന്നു. അതാണ് ജീവിതത്തിൽ ഒന്നും ആകുമായിരുന്നില്ല സത്യത്തിൽ. അങ്ങനെ അപ്പോൾ അന്നെടുത്ത തീരുമാനം കറക്റ്റായി. അതെ അതെ, ദോഹയിൽ വരുത്തും. അതിനോടനുബന്ധിച്ച് തന്നെ ഇങ്ങനെയുള്ളൊരു ബിസിനസ് കിട്ടി, ചെയ്തു തുടങ്ങി. അതിൽ അൽഹംദുലില്ലാ വളരെയധികം പ്രോഗ്രസ്സാണ് ഉള്ളത്. നാട്ടിലും ജീവിക്കാനുള്ള അത്യാവശ്യം വ്യവസായത്തിന് അനുകൂലമായ ഒരു കാറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, ഇവിടെ ഒട്ടേറെ മലയാളികൾ വന്ന് ബിസിനസ് ചെയ്യുന്നു, വളരെയധികം വിജയത്തിലെത്തുന്നു. അതെ അതെ. അതേപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ചില ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ അടുത്ത് തന്നെ വലിയൊരു തരികിട ഇത് കണ്ടില്ലേ, കോടിക്കണക്കിന് മുക്കിയിട്ട് പോയ ചെറുപ്പക്കാരെ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇന്ന് ഈ കഴിഞ്ഞ നമ്മുടെ ഇതിലൊരു ഫീച്ചറിൽ ഫരീദ് കൊടി എന്ന് പറയുന്ന ഒരാളൊരു ഫീച്ചർ എഴുതിയിരുന്നു. അതായത് വളരെ ചെറിയ തോതിൽ ദോഹയിൽ ബിസിനസ് ചെയ്തിട്ട് ഇന്ന് വലിയ വണ്ടികളെല്ലായിട്ട് നടക്കുന്ന ഒരുപാട് മലയാളീസ്. സത്യത്തിൽ അത് ഉള്ളത് തന്നെയാണത്. കാരണം ചെറിയ രൂപത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് തന്നെ എൻ്റെ ഈ സ്ഥാപനം തന്നെ 1980 എനിക്ക് പരിചയമുള്ള ഒരു യമൻ നാഷണാലിറ്റിയാണ്, ഹൈദരാബാദിൽ സെറ്റിൽ ചെയ്ത ഒരാൾ. അയാളാണ് ഇതിൻ്റെ തൊട്ടടുത്ത ഷോപ്പായിരുന്നു, ചെറിയ ഷോപ്പ് റൂം. എൻ്റെ ഒരു കസ്റ്റമറായിരുന്നു പുള്ളി. എന്നോട് വന്നു പറഞ്ഞു, ഇങ്ങനെ ഈ സ്ഥാപനം നോക്കാൻ ആളില്ല. ആദ്യം പുള്ളി അന്വേഷിച്ചത് എൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരാളെ സെയിൽസ്മാനായിട്ട് കൊടുക്കുക. അപ്പം ഞാൻ നോക്കുന്നേരം അന്നേരം ആരുമില്ല. അപ്പോൾ പുള്ളിനോട് ഞാൻ പറഞ്ഞത് എൻ്റെ ഫാമിലിയിൽപ്പെട്ട ആരുമില്ല, അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ എന്നോട് പറയുന്ന പ്ലീസ് ഇനിയൊരു കാര്യം ചെയ്യും, എനിക്ക് ഈ സ്ഥാപനം എടുത്തിട്ട് ഞാനൊക്കെയും കൊടുത്തിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തന്നു. അങ്ങനെ ആ 60,000 റിയാലിന് പുള്ളി ആദ്യമായിട്ട് ഈ സ്ഥാപനം എന്നോട് പറഞ്ഞു, നീ ആരെയും നോക്കുന്നത്. അപ്പോൾ 60,000 റിയാലിന് ഞാൻ എൻ്റെ എൻ്റെ ഒരു മാമനുണ്ടായിരുന്നു കൂടെ, പുള്ളിനോട് പറഞ്ഞിട്ട് പുള്ളി ആണ് ചെക്ക് കൊടുക്കുന്നത് 5,000 രൂപ. അതാണ് ആദ്യത്തെ ഫസ്റ്റിൽ 10,000 റിയാൽ ഞാൻ കൊടുത്ത അയാൾക്ക്. അതോട് കൂടിയിട്ടാണ് പിന്നെ മാമനാണ് ബാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ ബ്രദർ ഇവിടെ വരുന്നത്. അപ്പം ഈ സത്യത്തിൽ ഇവിടെ ഉള്ള ഈ സാധനം വിറ്റിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. തുടക്കം വളരെ തുച്ഛമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ് ഇങ്ങനെ ഉയർന്ന് ഇങ്ങനെ പടിപടിയായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഇതിൽ ഒരു കാര്യത്തിന് ഞങ്ങളുടെ സ്പോൺസറും വളരെയധികം നല്ലൊരു
അദ്ദേഹത്തിൻ്റെ പേര് റാഷിദ് അൽ മുല്ല എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് സ്ഥാപനമുള്ളത്. അയാൾ ഇപ്പം ഈയിടെ നമ്മുടെ ഇന്ത്യയിലായിരുന്നു അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു, എംബസിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ മലേഷ്യയിലാണുള്ളത് പുള്ളി. വളരെ നല്ല മനുഷ്യൻ തന്നെ, വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം. ബിസിനസ്സിന് വേണ്ട ബാങ്കിൽ നിന്നുള്ള എല്ലാ നമുക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും എല്ലാവിധ സൗകര്യങ്ങളിലും എത്ര മില്യൺ വേണമെന്നുണ്ടെങ്കിലും അത് സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തു തന്നു. അപ്പോൾ അതോടുകൂടിയെല്ലാം നമുക്കിങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ നാട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിലും എത്രയോ വലിയ സമ്പന്നരായ ആൾക്കാർ അവിടെ ഉള്ളതല്ലേ? അതെ 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 അതെ. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണം തന്നെയാണ്. ഞാൻ ഈ 28 വർഷം വർക്ക് ചെയ്തിട്ട് അവസാനം ഞാൻ സ്വന്തമായിട്ട് എനിക്കെന്തെങ്കിലും മൂവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിലെ ഓണറോട് പറഞ്ഞപ്പോൾ പുള്ളി ആദ്യം എന്നോട് പറഞ്ഞു നമുക്കൊന്നിച്ച് ചെയ്യാമെന്നുള്ളത്. പിന്നെ ഞാൻ നോക്കി, കാരണം എനിക്ക് കുറച്ചും കൂടി ഒരു ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു സത്യത്തിൽ, അല്ലാതെ ആ മനുഷ്യനെ ഒഴിവാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയില്ലായിരുന്നു. വളരെ ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഞാനൊരു ബിസിനസ്സിലേക്ക് ഏർപ്പെടുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് പെട്ടെന്നൊരു നാട്ടിലേക്കെല്ലാം പോകണം. ഇവിടെ മറ്റുള്ള രാജ്യം മാതിരിയല്ല, നമുക്ക് പുറത്ത് പോകണമെങ്കിൽ അവരുടെ പെർമിഷൻ വേണം, എക്സിറ്റ് പെർമിറ്റ് എന്ന് പറയുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ എക്സിറ്റ് പെർമിറ്റും അതിനെല്ലാം നമ്മൾ പലപ്പം അന്വേഷിക്കുന്ന സമയത്ത് ഒന്നിക്കെങ്കിലും ആളുണ്ടാവില്ല. എന്തെങ്കിലും ഇപ്പം എമർജൻസിയിൽ പോകണമെന്നുണ്ടെങ്കിൽ കഴിയൂല. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് ഞാൻ കരുതി അയാളുടെ അടുത്തു നിന്നും എല്ലാം മാറിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിന് വേണ്ടുന്ന എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും അയാൾ തന്നിട്ട് എന്നോട് പറഞ്ഞു ഓക്കെ, വളരെ സ്നേഹത്തോടു കൂടിയിട്ട് തന്നെ എന്നോട് പറഞ്ഞു ഇനി പോയിട്ട് എന്താണെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ ഈ ഇതിൽ ജോയിൻ ചെയ്ത് ഏത് സമയത്ത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകാൻ കഴിയും. പ്രത്യേകിച്ച് നാട്ടിൽ ഫാദറും മദറും 2 സിസ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ പ്രായമായി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കാണുന്നുണ്ടെങ്കിലെല്ലാം സൗകര്യാർത്ഥം പോകാം. സ്വന്തമായിട്ടാകുന്നേരം മറ്റേതാകുന്നേരം ഒരു നമ്മുടെ അടുത്ത് വർക്ക് ചെയ്യുന്നേരം നമുക്ക് അവരുടെ പെർമിഷനും കാര്യങ്ങളും എല്ലാം കാത്തിരുന്നിട്ട് അത് കൃത്യമായ സമയത്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു വലിയൊരു മെച്ചാണ് ഇപ്പോൾ ഉള്ളത്.